കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ് കുറച്ച് ദൂരം നോക്കി. എക്സാമ്പിളിന്റെ ഡേറ്റ് 11/8 അല്ലേ? ശരി തന്നെ, 11/8/24 തന്നെയല്ലോ ശരി തന്നെ. എല്ലാവരും നോട്ട് കയ്യിലുണ്ടോ? സാറേ 11/8 അതിൽ ഏതുവരെ എഴുതിയിട്ടുള്ളത്? 10:40 AM, 7/7/24, 9:49 AM ആണ് നമ്മളെ പൃഷ്ഠ സമയം എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിളിച്ച സമയം 7/7/2024, 9:49 AM. അതിൽ നമ്മൾ ഏതുവരെയാണ് നോട്ട് എഴുതിയെന്ന് ഓർമ്മയുണ്ടോ? അവസാനം എഴുതിയെന്തോന്ന്? വ്യാഴത്തിന് സർവേശ്വകാരകത്വം, ചന്ദ്രനും ശുക്രനും ബുധനും 12-ൽ പോയി. അതിന് മുൻപ് ദേവസ്ഥാനമൊക്കെ എഴുതിയിട്ടുണ്ടോ? ഏതൊക്കെ ദേവന്മാരെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടോ? ഏതൊക്കെയാണ് ദേവന്മാരെന്നുള്ളത് എഴുതിയിട്ടുണ്ടോ? ഇല്ല സാറേ. ചന്ദ്രനും ശുക്രനും ബുധനും 12-ൽ പോയി. ശരി ഓക്കെ. 2 ദേവിമാർ എത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോഴ് നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത്, നമ്മൾ അപ്പോൾ ഡേറ്റാസ് എല്ലാം തന്നു. ഇനി ഒന്നും സ്പീഡായിട്ട് പോകണം. ഈ നമ്മുടെ പൃച്ഛ സമയം 7/7/24, 9:49 AM അതാണ് നോക്കുന്നത്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതില് ഇപ്പൊ ദേവന്മാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആരൊക്കെയാണ് ദേവന്മാർ? ഇത് വന്നിട്ട് ഒരു കുടുംബക്ഷേത്രമായിട്ട് ഇരുന്നതൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പൊ എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയില്ല. അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പൊ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ ദേവന്മാർ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അതിനെ മാറ്റാനൊന്നും പറ്റൂല. ഇതിപ്പം പൂജിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമല്ല. ഒരു വിളക്ക് വയ്ക്കുന്നു, എന്താണെന്നൊന്നും അവർക്കറിയില്ല. ഒരു ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ദേവി എന്നോ എപ്പോഴും പ്രതിഷ്ഠിച്ചു എന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ദേവന്മാരാരൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. അതാണ് നമ്മളെ പ്രധാനപ്പെട്ട ജോലി. ഏറ്റവും പ്രധാന കഷ്ടമുള്ള ജോലിയും അത് തന്നെയാണ്. ദേവന്മാരാരൊക്കെ എന്ന് കണ്ടുപിടിക്കുന്നതാണ് കഷ്ടം. അതിലാദ്യം നമ്മുടെ ലഗ്നം വന്നിട്ട് ചിങ്ങ ലഗ്നം. നമുക്ക് പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ളത് തന്നെ. അതിനെ ഒന്ന് ലൈറ്റാ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാൽ മാത്രം മതി. മാർത്താണ്ഡ ഉദയ ദൃഷ്ടി കേന്ദ്രഗതയ സിംഹസ്യ ലഗ്നസ്ഥിതി ശംഭോ സന്നിധ സൂചക. അതാണ് അതിന്റെ 2 വരി. അതായത് അതിന്റെ അർത്ഥം, സൂര്യന്റെ രാശി ചിങ്ങം രാശി ആരൂഢമായിട്ട് വരിക, അല്ലെങ്കിൽ ലഗ്നമായിട്ട് വരിക. അതിന്റെ അധിപൻ അതിന്റെ കേന്ദ്രത്തിൽ എവിടെയെങ്കിലും നിൽക്കുക. ഒന്നുകിൽ ലഗ്നത്തിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ ലഗ്ന കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുക. മാർത്താണ്ഡ ഉദയ ദൃഷ്ടി കേന്ദ്രഗതയ. കേന്ദ്ര പറഞ്ഞു, ത്രികോണമൊന്നും പറയുന്നില്ല. ത്രികോണത്തിനെ കുറിച്ചോ ബാക്കി ഭാവങ്ങളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല അതിനകത്ത്. അപ്പോഴും മാർത്താണ്ഡന്റെ രാശി ബുധന്റെ സൂര്യന്റെ രാശി ലഗ്നമായിട്ട് വന്നിട്ട് ആ സൂര്യൻ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശംഭോ സന്നിധ സൂചക, ശിവനെ ചിന്തിക്കണം. ഇവിടെ സൂര്യന്റെ രാശി ആരൂഢമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് സൂര്യൻ കേന്ദ്രത്തിലുണ്ടോ? ഇല്ല സാർ, ഇല്ല. സൂര്യൻ കേന്ദ്രത്തിലില്ല. അപ്പോഴ് ദേവനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിയമപ്രകാരം ദേവനെ പറയാൻ പറ്റൂല. ഇനി നമ്മളെ സ്വർണ്ണാരൂഢം നോക്കണം. സൂര്യൻ കേന്ദ്രത്തിലുണ്ടോ എന്ന് നോക്കണം. പതുക്കെ സ്വർണ്ണാരൂഢം കൂടി തപ്പി നോക്കിക്കൊള്ളണം. സ്വർണ്ണാരൂഢത്തില് നോക്കണം. സാർ സ്വർണ്ണാരൂഢം തന്നില്ല സാറേ. സ്വർണ്ണാരൂഢം തന്നല്ലോ. 11/8/24 തന്നല്ലോ. 11/8/24 ഗ്രഹനിരത്തല്ലേ 10:40 AM. അതിൽ മിഥുനമാണ് ആരൂഢം. പക്ഷെ ലഗ്നം വന്നിട്ട് തുലാമാണ് ലഗ്നം. ആ ലഗ്നാൽ അത് കേന്ദ്രത്തിലുണ്ട്. സ്വർണ്ണാരൂഢം മിഥുനം. അപ്പോഴ് സൂര്യന്റെ രാശി കേന്ദ്രമായിട്ട് വന്ന് ആ സൂര്യൻ 11 ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്ത് നിൽക്കുന്നത് ശിവന്റെ ഒരു ഭാവമാണ്. അത് 11 വന്നിരുന്നാലും എടുക്കാം. പിന്നെ
സ്വർണ്ണാരൂഢത്തില് ലഗ്നത്തിന് കേന്ദ്രത്തില് സൂര്യനുണ്ട്. ലഗ്നത്തിന് കേന്ദ്രത്തിലുണ്ട്. ആരൂഢത്തിനില്ല. ആരൂഢത്തിന് 2-ലാണ് നിൽക്കുന്നത്. ലഗ്നത്തിന് കേന്ദ്രത്തിലുണ്ട്. അതും കൂടി കൺസിഡർ ചെയ്യണം. ഉണ്ട്. എന്നിട്ട് ഇനി അടുത്ത നമ്മൾ നേരത്തെ നോട്ട് എഴുതിയിട്ടുണ്ട്. നോട്ട് എഴുതിയിട്ടുള്ളതിനെ തിരിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വന്നിട്ട് അത് ഏത് പാപമാണെന്നും കൂടി ഒന്ന് നോക്കി പറഞ്ഞു കൊടുത്താൽ വളരെ ശിവൻ എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മൂലമന്ത്രമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഏത് പാപം എന്നുകൂടി നോക്കണം. അപ്പോൾ സൂര്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സൂര്യന്റെ രാശി ആരൂഢമായിട്ട് കിട്ടി. സൂര്യൻ ഒരു 11 ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്ത് നിൽക്കുന്നു. പിന്നെ അതുകൊണ്ട് ശിവനെ പറയാം. ആ സൂര്യന്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ, ഈ സൂര്യന്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ചന്ദ്രൻ നിന്നാൽ അർദ്ധനാരീശ്വര ഭാവമാണ്. അങ്ങനെ ഇല്ല. സൂര്യന്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ സൂര്യനെ വെച്ചിട്ട് നോക്കണം. ബുധൻ നിന്ന് കഴിഞ്ഞാൽ ശങ്കരനാരായണനെ പറയണം. ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഭൈരവി സമേതനായ ഭൈരവനെ പറയണം. സൂര്യന്റെ കേന്ദ്ര ത്രികോണമാണ്. ഇനി വ്യാഴം നിന്ന് കഴിഞ്ഞാൽ മൃത്യുഞ്ജയനെ പറയണം. ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ നടരാജനെ പറയണം. ശനി നിന്നാൽ കിരാത ശിവനെ പറയണം. കിരാത ശിവൻ ഉണ്ടോ നോക്കണം. ശനി നിൽക്കുന്ന നോക്കണം. കിരാത ഭാവം. ചന്ദ്രൻ ഉണ്ടല്ലോ സാറേ. ചന്ദ്രൻ ലഗ്നത്തിന്റെ കൂടെ നിൽക്കുക. പറഞ്ഞത് കേട്ടില്ലേ? സൂര്യനെയാണ് പിടിക്കുന്നത്. സൂര്യന്റെ കേന്ദ്ര ത്രികോണത്തിലാണ് പറഞ്ഞത് മനസ്സിലായില്ല സാറേ? സൂര്യൻ ഇതിനകത്ത് നിൽക്കുന്നത് കർക്കിടകത്തിലല്ലേ സാറേ? പ്രശ്നത്തില് അഷ്ടമംഗലത്തില്. അഷ്ടമംഗലത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇതിലാണ് പറഞ്ഞത്. പൃശ്ചാസമയ വിശേഷത്തിലാണ് പറയുന്നത്. പൃശ്ചാസമയത്തിലാണ് പറയുന്നത്. 7/7/24 9:49 AM. അത് എടുത്തിട്ട് ചിലപ്പോൾ അങ്ങോട്ടും കൂടി റെഫർ ചെയ്യേണ്ടി വരും. 2 ഗ്രഹനിലയും റെഫർ ചെയ്യണം. ഇപ്പം പറയുന്നത് പൃശ്ചാസമയ വിശേഷം അല്ലെങ്കിൽ 7/7/24 ഗ്രഹനിലയാണ് പറയുന്നത്. അതിന്റെ ലഗ്നമാണ് ചിങ്ങ ലഗ്നം എന്ന് പറഞ്ഞത്. അതിനെ നോക്കണം. ചിങ്ങം ലഗ്നമായി വരികയും അതിന്റെ അധിപൻ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശിവനെ പറയാവുന്ന. അവിടെ കേന്ദ്രത്തിലില്ല, 11 ഉള്ളൂ. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഇത്രയും നേരം. സൂര്യനെ കൊണ്ടാണ് സൂര്യന്റെ രാശി ലഗ്നമായിട്ട് വരിക അല്ലെങ്കിൽ ആരൂഢമായിട്ട് വരിക. ഇവിടെ ആരൂഢമില്ല, ലഗ്നം മാത്രമേ ഉള്ളൂ. ലഗ്നമായിട്ട് വരികയും അതിന്റെ അധിപൻ 11-ലാണ് നിൽക്കുന്നത്, കേന്ദ്രത്തിലില്ല. പക്ഷേ എന്നാൽ ശിവനെ പറയാം. കാരണം ആരൂഢം അല്ലെങ്കിൽ ലഗ്നം ചിങ്ങം രാശി ആയതുകൊണ്ടാണ് ശിവനെ പറയുന്നത്. അതിപ്പോ വരുമ്പോൾ അത് ഉപേക്ഷിച്ച് പോയി, അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ വരാത്തത്. ശ്ലോകം പറയുന്നത് ചിങ്ങ ലഗ്നം വരികയും സൂര്യൻ കേന്ദ്രത്തിൽ വരികയും ചെയ്താൽ ശിവനെ പറയാം. ഇവിടെ ലഗ്നം ചിങ്ങത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ സൂര്യൻ കേന്ദ്രത്തിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം സൂര്യൻ നിൽക്കുന്ന 11-ലാണ്. 11 ചരിത്ര പ്രാധാന്യം. മുൻപ് പൂജിച്ചിരുന്നു, ഇപ്പൊ പൂജിക്കുന്നില്ല, ഉപേക്ഷിച്ചു എന്നർത്ഥം. അതാണ് അങ്ങനെ 11 നിൽക്കുന്നത്. ആരൂഢാധിപനെ എപ്പോഴും പിടിച്ചോളണം. ആരൂഢാധിപൻ അല്ലെങ്കിൽ ലഗ്നാധിപനെ പിടിച്ചോളണം. ഇനി ഈ സൂര്യൻ ഇതിൽ നിന്ന് സൂര്യനെ വെച്ചിട്ട് ശിവനെ പറഞ്ഞു. ശിവന്റെ പാപം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സൂര്യന്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ നിൽക്കുന്ന ആളിനെ നോക്കണം. ലഗ്നത്തിനല്ല. സൂര്യന്റെ കേന്ദ്ര ത്രികോണത്തിൽ ആര് നിൽക്കണം നോക്കണം. രാഹു മാത്രമേ ഉള്ളൂ സാറേ. ത്രികോണത്തിൽ ശനി ഉണ്ടല്ലോ. ത്രികോണത്തിൽ ശനിയുണ്ട്. ബലവാനായ ഗ്രഹം ശനി. അപ്പോൾ ശനിയെ പിടിക്കണം. രാഹു വേണ്ട. ബലവാനായ ഗ്രഹം ശനി. അങ്ങനെ സൂര്യന്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ ചന്ദ്രൻ വന്നാൽ അർദ്ധനാരീശ്വരൻ, ചൊവ്വ വന്നാൽ ഭൈരവശിവൻ, ബുധൻ വന്നാൽ ശങ്കരനാരായണൻ, വ്യാഴം വന്നാൽ മൃത്യുഞ്ജയൻ, ശുക്രൻ വന്നാൽ നടരാജൻ, ശനി വന്നാൽ കിരാത ശിവൻ. കിരാത ശിവൻ എന്ന് വെച്ചാൽ അറിയാമോ? പാപം അറിയാമോ? അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടതായ പാപമാണ്. കിരാത ശിവനായിട്ട് വന്ന അർജുനനായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു രംഗമുണ്ട്, അറിയാമല്ലോ. അതാണ് കിരാത പാപം എന്ന് പറയുന്നത്.
കാട്ടാള വേഷത്തിൽ വരുന്നത്, കിരാതൻ കാട്ടാള വേഷത്തിൽ വരുന്നത്, അമ്പും വില്ലും ആ പാപത്തിലുള്ള ശിവനാണ്. ഇവിടെ ഒന്നുകൂടെ വ്യക്തമായിട്ട് കേട്ടോളണം. ചിങ്ങ ലഗ്നം അല്ലെങ്കിൽ ആരൂഢം വരികയും സൂര്യൻ അതിന്റെ കേന്ദ്രത്തിൽ വരികയും ചെയ്താൽ ശിവനെ പറയാവുന്ന ശ്ലോകത്തിൽ പറയുന്നെങ്കിലും ഇവിടെ ലഗ്നം ചിങ്ങം വന്നിട്ട് സൂര്യൻ കേന്ദ്രത്തിൽ വന്നിട്ടില്ലെങ്കിലും 11 നിൽക്കുമ്പോൾ ചരിത്ര പ്രാധാന്യം അത് ഉപേക്ഷിച്ചു പോയി എന്നർത്ഥം. ഇപ്പോൾ പൂജിക്കുന്നില്ല. സാറേ സൗണ്ട് ശരിയായിട്ട് വരുന്നില്ല സാറേ. അല്ലെ പിന്നെ സൂര്യന്റെ രാശി വരേണ്ട ആവശ്യമില്ലല്ലോ. സൂര്യന്റെ രാശി കിട്ടിയതുകൊണ്ട് ശിവന്റെ സാന്നിധ്യമുണ്ട്. ആ സൂര്യന്റെ ത്രികോണത്തിൽ ശരി നിൽക്കുന്നതുകൊണ്ട് കിരാതശിവൻ. ഇനി ഒരു കാര്യം കൂടെ നോക്കണം. ലഗ്നത്തിന്റെ കേട്ടില്ല, ഒന്നുകൂടി പറയണം. ഒന്നുകൂടെ പറയണം. സാറേ സൗണ്ട് ക്ലിയർ അല്ല, വരുന്നില്ല. സൗണ്ട് ക്ലിയർ ആണല്ലോ. വേറെ എല്ലാവർക്കും കേൾക്കാൻ വഴിയില്ലേ? ഇടയ്ക്കൊരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു സാറേ. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ഇപ്പോഴും കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഇപ്പോൾ കേൾക്കാമോ? സാർ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യണം. ഒരു മറുപടി പറയണം. കേട്ടുകൂടാന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരുന്നാ പറ്റത്തില്ല. ആരെങ്കിലും മറുപടി സാറിന്റെ ഇപ്പോഴും സ്പീച്ച് കട്ടായി പോകുന്നു സാർ. സ്പീച്ച് കട്ടായി പോകുന്നുണ്ട്. ഫോണിന് കംപ്ലൈന്റ് ഉണ്ടാകും. അതാണ് ഇവിടെ കംപ്ലൈന്റ് ഒന്നും കാണാനില്ല. ഇപ്പോഴും സ്പീച്ച് കട്ടാവുന്നു സാർ. ഉണ്ടെങ്കിൽ എനിക്കറിയാം. ഇവിടെ നെറ്റ് കണക്ഷനാണ്. നെറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോഴും സ്പീച്ച് കട്ടാവുന്നു സാർ. നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ദേവസാന്നിധ്യം കണ്ടുപിടിക്കേണ്ട പ്രധാനപ്പെട്ട ഫോർമുല തന്നിട്ടുണ്ട് നേരത്തെ. മാർത്താണ്ഡ ഉദയ ദൃഷ്ടി കേന്ദ്രഗതയ സിംഹസ്യ ലഗ്നസ്ത്രീ ശംഭോ സന്നിധ സൂര്യ. സൂര്യന്റെ രാശി ലഗ്നമായിട്ടോ ആരൂഢമായിട്ടോ നമ്മൾ എന്ത് എടുക്കുന്നു അത്. ഇവിടെ ലഗ്നമേ ഉള്ളൂ. വരിക എന്ന് പറഞ്ഞാൽ
ശിവന്റെ സാന്നിധ്യം. ചന്ദ്രന്റെ രാശിയായിട്ട് വന്നാൽ ദുർഗ അല്ലെങ്കിൽ ഭദ്ര. സർ ക്ലിയർ അല്ല, സ്റ്റക്ക് ആവാണ്. ഓഡിയോയും വീഡിയോയും സ്റ്റക്ക് ആവാണ്, ഒന്നും കേൾക്കണില്ല. മുരുകൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സർ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ബ്രേക്കാകുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാർ. കേൾക്കാമല്ലോ. കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം സാർ. ഇപ്പൊ കേൾക്കാം, കുഴപ്പമില്ല. ഇപ്പൊ കേൾക്കാം. ശരി. ഇപ്പൊ നെറ്റ് കേൾക്കാം. കണക്ഷനാണ്. ശരി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദേവസാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ആരെന്ന് കണ്ടുപിടിക്കുന്നത് കടുത്ത ജോലിയാണ്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. വലിയ തർക്കങ്ങളൊക്കെ നടക്കും അവിടെ ആ സ്ഥലത്ത്. ഇവിടെ നമുക്ക് ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ്, എളുപ്പം പറഞ്ഞുതരാം. സൂര്യന്റെ രാശി അല്ലെങ്കിൽ ചിങ്ങം ലഗ്നമായിട്ട് വരിക, അല്ലെങ്കിൽ ആരൂഢം, നമ്മൾ എന്തെടുക്കണോ അത്. സ്വർണ്ണാരൂഢമെങ്കിൽ സ്വർണ്ണാരൂഢം. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് വൃശ്ച സമയമാണ്. 7/7/24 വിളിച്ച സമയം. അവിടെ ലഗ്നം മാത്രമേ ഉള്ളൂ. ലഗ്നം ചിങ്ങം രാശിയായാൽ ശിവന്റെ സാന്നിധ്യം എന്നർത്ഥം. ലഗ്നം കർക്കടകൻ രാശിയായാൽ ചന്ദ്രന്റെ സാന്നിധ്യം, ചന്ദ്രനാണ്. അപ്പോൾ ദേവിയുടെ സാന്നിധ്യം, ദേവിയുടെ ഭാവം ദുർഗയോ ഭദ്രയോ അത് നമ്മൾ തീരുമാനിക്കണം. ലഗ്നം ബുധന്റെ രാശിയായാൽ വൈഷ്ണവ രൂപങ്ങളായിരിക്കും. ലഗ്നം വ്യാഴത്തിന്റെ രാശിയായിരുന്നു കഴിഞ്ഞാൽ സർവേശ്വര കാരകത്വമാണ് അവിടെ വരുന്നത്. ലഗ്നം ശനിയുടെ രാശിയായിരുന്നാൽ ശാസ്താവ്, കിരാത ശിവനൊക്കെ വരാം. ലഗ്നം ശുക്രനായിരുന്നാൽ അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷിയൊക്കെ പറയാം. ലഗ്നം ചൊവ്വയുടെ രാശിയായിരുന്നാൽ സുബ്രഹ്മണ്യനോ ഭദ്രകാളിയോ ഒക്കെ വരാം. ഇങ്ങനെ ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ ലഗ്നം വന്നത്, ഇനി അടുത്ത് പറയുന്നത് ആ രാശിയുടെ അധിപൻ കേന്ദ്രത്തിൽ നിൽക്കുകയും വേണം, എങ്കിൽ ധൈര്യമായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ വന്നത് സൂര്യന്റെ രാശിയാണ് ലഗ്നമായിട്ട് വന്നത്. അപ്പോൾ സൂര്യന്റെ രാശി ലഗ്നമായിട്ട് വരുമ്പോൾ ശിവന്റെ സാന്നിധ്യമാണ്. അതാണ് പറയുന്നത് മാർത്താണ്ഡ ഉദയ ദൃഷ്ടി കേന്ദ്രഗതയ. മാർത്താണ്ഡ ഉദയ ദൃഷ്ടി കേന്ദ്രഗതയ സിംഹസ്യ ലഗ്നസ്ഥിതി. ചിങ്ങത്തിന്റെ ലഗ്നം ചിങ്ങമായിട്ട് വരികയും അതിന്റെ അധിപൻ കേന്ദ്രത്തില് അല്ലെങ്കിൽ ലഗ്നത്തില് നിൽക്കുകയും ചെയ്താൽ ശിവനെ പറയാം.
ഇവിടെ കേന്ദ്രത്തിൽ വന്നിട്ടില്ല. കേന്ദ്രത്തിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പോഴാരാധിക്കുന്നില്ല എന്നാണ്. മുൻപ് ആരാധിച്ചിരുന്നു. കാരണം 11-ലാണ് നിൽക്കുന്നത്. 11 എന്ന് പറയുമ്പോൾ ചരിത്ര പ്രാധാന്യമാണ്. ചരിത്രപരമായിട്ടുള്ള വെച്ചാൽ മുൻകാലങ്ങളിൽ ആചരിച്ചു പോയി, ഇപ്പൊ ആചരിക്കുന്നില്ല. അതുകൊണ്ടാണ് ശിവന്റെ കാര്യം പറഞ്ഞത്. ഇനി അടുത്ത് ശിവന് ഒരുപാട് രൂപങ്ങളുണ്ട്. നമുക്കറിയാം അന്നപൂർണേശ്വരി, ഇല്ലല്ല അർദ്ധനാരീശ്വരൻ, കിരാത ശിവൻ, നടരാജൻ, പിന്നെ വേറെ എന്തോന്ന്, അർദ്ധനാരീശ്വരൻ, നടരാജൻ, ദക്ഷിണാമൂർത്തി, മൃത്യുഞ്ജയഭാവം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ഏതെന്ന് കണ്ടുപിടിക്കാൻ ആ സൂര്യന്റെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ത്രികോണത്തിൽ നിൽക്കുന്ന ആളിനെ നോക്കണം. ഇപ്പൊ സൂര്യന്റെ ത്രികോണത്തിൽ എന്ന് വെച്ചാൽ സൂര്യന്റെ 9-ലാണ് ശനി വരുന്നത്. നോക്കണം, സൂര്യനെ എണ്ണി നോക്കണം. സൂര്യന്റെ 9-ൽ ശനി, അതാണ് ബലവാനായ ഗ്രഹം. ബലവാനായ ഗ്രഹം ശനി. അപ്പോൾ ശനി വന്നു കഴിഞ്ഞാൽ കിരാത ശിവൻ എന്നർത്ഥം. സൂര്യന്റെ ത്രികോണത്തിലോ കേന്ദ്രത്തിലോ ശനി വന്നാൽ കിരാത ശിവൻ. ശുക്രൻ വന്നാൽ നടരാജൻ. ശുക്രൻ ആട്ടത്തിന്റെയും പാട്ടിന്റെ ആളാണ്, അപ്പോൾ നടരാജൻ. ബുധൻ വന്നാൽ ശങ്കരനാരായണൻ, ബുധൻ വൈഷ്ണവ ബന്ധം. ചൊവ്വ വന്നു കഴിഞ്ഞാൽ കിരാത ശിവൻ, കിരാതമൂർത്തികൾ. ഇല്ല, ചൊവ്വ വന്നു കഴിഞ്ഞാൽ ഭൈരവ ശിവൻ. ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അർദ്ധനാരീശ്വരൻ. അങ്ങനെ എടുക്കണം. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? ഇപ്പോഴും പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സാർ. സാറേ. ഹലോ, അരെ ജ്വാല മാഡം മനസ്സിലായോ? മനസ്സിലായി സർ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ലഗ്നത്തിന്റെ നവാംശകം എവിടെ ഇരിക്കണം നോക്കണം. ലഗ്നം അല്ലെങ്കിൽ ലഗ്നം എത്ര ഡിഗ്രിയിൽ നിൽക്കണമെന്ന് നോക്കണം. ലഗ്നം നിൽക്കുന്ന 3ാമത്തെ ദ്രേക്കാണത്തിലാണ്. അത് നമ്മുടെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ മതി. ഗ്രഹനില നോക്കുമ്പോൾ അറിയാം ലഗ്നം നിൽക്കുന്നത് എത്രാമത്തേലെന്ന് ചോദിച്ചാൽ ലഗ്നത്തിന്റെ നവാംശകം 1-ാം നവാംശകം. ലഗ്നത്തിന്റെ നവാംശകം വരുന്നത് 1, 2, 3, 4. 4ാമത്തെ നവാംശമാകുമ്പോൾ ലഗ്നം നിൽക്കുന്ന 2-ാം ദ്രേക്കാണത്തിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് രണ്ടാമത് നോക്കാം. അപ്പോൾ കിരാത ശിവൻ എന്നുള്ളത് മനസ്സിലായി. മനസ്സിലായല്ല? കിരാത ശിവൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ആരെന്ന് നോക്കണം. അപ്പോൾ നമ്മളിപ്പം വരുന്നത് സൂര്യന്റെ രാശി വെച്ചു. അതിന് തിഥിയുടെ കാരകന്മാര് 1 സൂര്യനും ചന്ദ്രനും. അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട്. ആ ചന്ദ്രൻ 12-ൽ പോയി. ചന്ദ്രൻ ലഗ്നത്തിന് 12-ലാണ് പോയത്. നമുക്ക് കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. അപ്പോൾ ചന്ദ്രനെ സംബന്ധിച്ച് ചന്ദ്രൻ 12-ൽ പോയത് മാത്രമല്ല, ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കണം. ചന്ദ്രന്റെ കൂടെ ശുക്രനും ബുധനും ഉണ്ട്. ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ചൊവ്വയും ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. സൂര്യനെ കുറിച്ച് പഠിച്ചു. സൂര്യൻ ശിവന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് കിരാത ശിവനാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ചന്ദ്രനെ നോക്കണം. ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാണ്. ചന്ദ്രന്റെ കൂടെ ബുധനും ശുക്രനും ഉണ്ട്. ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ചൊവ്വയുണ്ട്. ബുധനും ശുക്രനും കേന്ദ്രം. അപ്പോൾ ചന്ദ്രൻ നല്ല ബലമാണ്. ആ ചന്ദ്രൻ 12-ൽ പോയി. ചന്ദ്രൻ 12-ൽ ചന്ദ്രൻ എന്നാൽ ഒരു ഫലമുണ്ട്. ആർക്കെയും പറയാൻ പറ്റുമോ? ശുദ്രോ അംഗഹീനോ വ്യയ. അംഗഹീനോ വ്യയം 12-ൽ ചന്ദ്രൻ വന്നാൽ ശുദ്രോ അംഗഹീനോ വ്യയ. അംഗഹീനം സംഭവിച്ചിട്ടുണ്ടെന്നർത്ഥം. ആ ചന്ദ്രൻ നിൽക്കുന്ന കർക്കടകൻ രാശിയിൽ ചന്ദ്രൻ നിന്നാൽ രാശിശീലത്തിൽ പറയുന്നത് ആവക്ര ധൃതക സമുന്നതകടി ദൈവജ്ഞ പ്രജുരാലയ ക്ഷയതനൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോവും. ചന്ദ്രൻ ദൈവജ്ഞ എന്ന് വെച്ചാൽ ത്രികാലജ്ഞാനി എന്നർത്ഥം. ആ ചന്ദ്രന്റെ കേന്ദ്രത്തില് ശുക്രനും ബുധനും ഉണ്ട്. 10-ൽ ചൊവ്വയും ഉണ്ട്. അപ്പോൾ ചന്ദ്രനും ഒരു ദേവസാന്നിധ്യത്തിനെ സൂചിപ്പിക്കുന്നു. ആ ദേവസാന്നിധ്യം ഇപ്പോഴില്ല. കാരണം ചന്ദ്രൻ 12-ൽ നിൽക്കുന്നത് കൊണ്ട് അതും ഇപ്പോഴില്ല. തിഥികാരേണ ചന്ദ്രൻ ശുദ്രോ അംഗഹീനം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനെന്തോ പിൽക്കാലത്ത് വന്നപ്പോൾ എന്തൊക്കെ തകരാറ് സംഭവിച്ച് ഉപേക്ഷിച്ചു എന്നർത്ഥം. അങ്ങനെ അതും ഒരു ദേവസാന്നിധ്യത്തിനെ സൂചിപ്പിക്കുന്നു.
അത് ദുർഗയായിരിക്കാം. കാരണം ചന്ദ്രന് ബലമുണ്ട്. ചന്ദ്രനും ശുക്രന്റെയും ബുധന്റെയും യോഗം കിടക്കുന്നത് കൊണ്ടും ശുക്ലപക്ഷ ചന്ദ്രനാണ്. ശുക്ലപക്ഷത്തില് അന്ന് ദ്വിതീയ ആയതേ ഉള്ളൂ. എന്നിരുന്നാലും ചന്ദ്രന് ബലമുണ്ട്. ബലമുള്ളതുകൊണ്ട് ദുർഗയുടെ രൂപമായിരിക്കാം. ദുർഗ അല്ലെങ്കിൽ ഭദ്ര, ദുർഗയോ ഭദ്രയുടെ ഒരു രൂപമായിരിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആദ്യം ഇവിടുന്ന് നമ്മുടെ സ്ഥിതി ആരൂഢം അല്ലെങ്കിൽ പ്രശ്ന സമയത്തിൽ നിന്ന് ഒരു ഉദ്ദേശമേ കിട്ടുള്ളൂ. അതിനെ വച്ചിട്ട് സ്വർണ്ണ ആരൂഢവും കൂടി എടുത്തിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് നമുക്കൊരു രൂപം കിട്ടുന്നു, ശിവന്റെ ഒരു രൂപമുണ്ട് എന്ന് നമുക്ക് കിട്ടുന്നു. അത് കിരാത ശിവനാണെന്ന് നമുക്ക് മനസ്സിലായി. അതിനെ നമ്മൾ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കണം, ചന്ദ്രനെ നോക്കണം. ചന്ദ്രൻ 12 നിൽക്കുന്നു, പക്ഷെ സ്വക്ഷേത്ര ബലവാനാണ്. ശുക്ലപക്ഷം ഒന്നിനൊന്നിനും മുന്നോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ചന്ദ്രന്റെ കൂടെ ബുധനും ശുക്രനും നിൽപ്പുണ്ട്. അതിന്റെ കേന്ദ്രത്തിൽ ചൊവ്വയുമുണ്ട്. അപ്പോൾ ബുധനും ശുക്രനും ഒക്കെ ചന്ദ്രന്റെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു ദുർഗയുടെ രൂപമാകാം, അല്ലെങ്കിൽ ഒരു ദേവീ രൂപം ശക്തമായിട്ടുണ്ട്. അത് ഉപേക്ഷിച്ചു പോയി എന്ന് പറയാണ്ട് അതിനും കാരണം എന്തെന്ന് ചോദിച്ചാൽ, ചന്ദ്രൻ 12 പോയതുകൊണ്ട്, ലഗ്നത്തിന് 12 പോയതുകൊണ്ടാണ് ഉപേക്ഷിച്ചു പോയി എന്നുള്ളത്. വ്യയം ച പതനം, 12ാം ഭാവം കൊണ്ട് വ്യയം പതനം. 12ാം ഭാവം കൊണ്ട് വ്യയം പതനം പറയുന്നത് മാത്രമല്ല, ചന്ദ്രൻ 12 പോയാൽ തന്നെ പറയുന്നത് ശുദ്രോ അംഗഹീനോ വ്യയേ. 12 ചന്ദ്രൻ പോയി കഴിഞ്ഞാൽ ശുദ്രോ അംഗഹീനം സംഭവിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെയും ഒരു ഭാവം നമുക്ക് ചിന്തിക്കാം, ഒരു ദേവിയുടെ ഭാവവും നമുക്ക് ചിന്തിക്കാം. അതിപ്പോ ഇല്ല, നഷ്ടപ്പെട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ലഗ്നത്തിന്റെ കേന്ദ്രത്തിലാണ് ശനി നിൽക്കുന്നത്. അത് വളരെ സൂക്ഷിക്കണം. അന്നത്തെ ബലവാനായ ഗ്രഹം ഒന്ന് ശനി, ഇനി ഒന്ന് ചൊവ്വ, രണ്ടുമാണ് ബലം. ചന്ദ്രനും ബലമുണ്ട് എങ്കിലും 12 പോയെന്ന് പറയാം. ശനി കേന്ദ്രത്തിൽ ശനി, ആ ശനിക്ക് 4 ദൃഷ്ടിയുണ്ട്, ലഗ്നത്തിൽ ദൃഷ്ടിയുണ്ട്. കേന്ദ്രത്തിൽ നിൽക്കുന്നത് മാത്രമല്ല, അതിന് ലഗ്നത്തിലും ദൃഷ്ടിയുണ്ട്, 4 ദൃഷ്ടിയുണ്ട്. 4 എന്ന് പറഞ്ഞാൽ കുടുംബദേവതയാണ്, പരദേവത. അത് ശാസ്താവിന്റെ രൂപമാണ് കാണുന്നത്. ശനി ശാസ്താവാണ്. ശാസ്താവിന്റെ ഒരു ആരാധന അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മളിത് പറയുമ്പോൾ അവർ ബാക്കി ഇങ്ങോട്ട് പറയും ശാസ്താവിന്റെ ആരാധന ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴും കാണാനില്ല. ശനി കേന്ദ്രത്തിൽ നല്ല ബലമായിട്ട് നിൽക്കുന്ന ശനിയാണ്. ആ ശനി നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി നല്ല ബലമാണ്. അത് 7 നിന്നുകൊണ്ട് ലഗ്നത്തിലും ദൃഷ്ടിയുണ്ട്, 4 ദൃഷ്ടിയുണ്ട്. ലഗ്നേശ സംബന്ധ തത്പാവ അനുഭവ സ്മൃത. ലഗ്നത്തിലോ ലഗ്നാധിപനുമായിട്ടോ ബന്ധമുണ്ടെങ്കിൽ അത് അനുഭവത്തിലുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതും അങ്ങനെയും ഒരു ദേവഭാവം അവിടെ ഉണ്ട്. ഇനി 4 ദൃഷ്ടി കിടക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ അന്ന് ആരാധിച്ചു കൊണ്ടുപോയത് എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ചൊവ്വ കേന്ദ്രത്തിലില്ല. ചൊവ്വയെ എന്തിനു പിടിച്ചു എന്ന് പറഞ്ഞാൽ, ചൊവ്വ 4ാം ഭാവപതിയാണ്. അതുകൊണ്ടാണ് ചൊവ്വയെ പിടിക്കുന്നത്. 4ാം ഭാവപതി എപ്പോഴും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കുടുംബ പ്രശ്നം, കുടുംബക്ഷേത്രം ഒക്കെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് 4ാം ഭാവപതിക്ക് ഒരു സ്ഥാനമുണ്ട്. 4 എന്ന് വെച്ചാൽ കുടുംബപരമായിട്ടുള്ള ആരാധന. 4 കൊണ്ട് പരദേവതയെ പറയാവുന്നതാണ്. ആ 4ാം ഭാവപതിയും 9ാം ഭാവപതിയും ചൊവ്വ ബലവാനായിട്ട് നിൽപ്പുണ്ട്. ആ ചൊവ്വ ബാധകാധിപതിയാണ്. ശരിയല്ലേ? ചൊവ്വ ബാധകാധിപതി തന്നെ. 4 9 ബാധയായോ? അതെ അതെ. ഹലോ, അതെ സർ. ചിങ്ങൻ രാശിക്ക് ബാധാരാശി ഏത്? മേഡം ബാധാരാശി 9. അപ്പോൾ ചൊവ്വ ബാധകാധിപതി 4 ബാധയായി എന്നർത്ഥം. 4ാം ഭാവപതി 4 ബാധാബന്ധം വരികയും, ഇതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇനി എഴുതേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം. 4 ബാധാബന്ധം വരികയും അതിന് ചൊവ്വയുടെയോ ചന്ദ്രന്റെയോ ബന്ധം വരികയും ചെയ്താൽ ഉഗ്രന്മാർ, പണ്ട് പുരാതനന്മാർ പൂജിച്ചു പോയ ഉഗ്ര കളരി മൂർത്തികൾ എന്നർത്ഥം. ഒരു കളരി ദേവതകളുടെ ഒരു ബന്ധമൊക്കെ അവിടെ ഉണ്ട്.
കളരി ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിയൊക്കെ വെച്ചിട്ട് പൂജിക്കുന്ന ഒരു സമ്പ്രദായം ഇങ്ങോട്ടുണ്ട്, വടക്കോട്ടുമുണ്ട്. വടക്കോട്ടാണത് കൂടുതലും തോന്നുന്നു. 4-ാം ഭാവത്തിന് ബാധാബന്ധം വരണം. ഇവിടെ 4ഉം 9ഉം ബാധയായി. സ്ഥിരരാശിക്ക് 9 ബാധയാണ്. 9ആകുമ്പോൾ ചൊവ്വ ബാധകാധിപതി. ആ ചൊവ്വ 4-ാം ഭാവപതിയും ചൊവ്വയാണ്. അപ്പോൾ 4നും ബാധാബന്ധം വന്നു എന്നർത്ഥം. അതിന് ചൊവ്വയുടെയോ ചന്ദ്രന്റെയോ ബന്ധം വരിക. 4ന് ബാധാബന്ധവും വന്ന് ആ ബാധാഗ്രഹത്തിന് ബാധാഗ്രഹം തന്നെ ചൊവ്വ എന്നല്ലോ. ആ ചൊവ്വ ചന്ദ്രനെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉഗ്രന്മാർ പൂജിച്ചിരുന്ന കളരിമൂർത്തികൾ നടത്താം. കളരിമൂർത്തികളാകുമ്പോൾ ഭദ്ര വരാം, ശാസ്താവ് വരും, പിന്നെ ഈ മാടൻ തമ്പുരാൻ, ശിവന്റെ ഭാവങ്ങള്, ഇതെല്ലാം അതിനകത്ത് വരും. കുടുംബസ്ഥാനം ബാധയായി, 4 ബാധയായി. 4 ബാധയായി. ആ 4-ാം ഭാവതി ബലവാനായിട്ട് 9-ൽ നിൽക്കുന്നു. ഇനി 9ന് ബാധാബന്ധം വന്നാൽ എന്ത് പറയാം? ആരെങ്കിലും പറഞ്ഞു നോക്കണം. മുൻപ് പൂജിച്ചിരുന്നു, ഇപ്പൊ പൂജിക്കുന്നില്ല, അത് 9ന് തുടർന്നു. ബാധാബന്ധം വന്നു കഴിഞ്ഞാൽ എന്ത് പറയാം? 4ന് ബാധാബന്ധം വരികയും അതിന് ചന്ദ്രന്റെ ചൊവ്വയുടെ ബന്ധം വരികയും ചെയ്താൽ പുരാതനന്മാർ പൂജിച്ചിരുന്ന ഉഗ്ര കളരിമൂർത്തികൾ എന്നർത്ഥം. 9ന് ബാധാബന്ധം വന്നാൽ മുൻപ് ഒരു പൂജിക്കുന്നില്ല, അത്ര തന്നെ. അത് തന്നെ, അത് വ്യക്തമായിട്ടറിയാം. അപ്പോൾ മുൻപ് പൂജിച്ചിരുന്നു, ഇപ്പോഴും പൂജിക്കുന്നില്ല, വ്യക്തമായിട്ടറിയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രൂപമുണ്ട്. അത് ചൊവ്വയാണ്. ചൊവ്വ ഓജരാശിയിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ മുരുകൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓജരാശിയിൽ നിന്നാൽ മാത്രം പോരാ, ഓജരാശിയിൽ ശുഭക്ഷേത്രത്തിൽ നിൽക്കണം. ഓജരാശിയിൽ ശുഭക്ഷേത്രത്തിൽ ശുഭബന്ധത്തിൽ നിന്നാലേ സുബ്രഹ്മണ്യനെ പറയാൻ പറ്റുള്ളൂ. ഇത് യുഗ്മ ഓജരാശിയില് പാപക്ഷേത്രത്തില് ശനിയുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യനെ പറയാൻ പറ്റൂല. സ്വക്ഷേത്രേ സ്വക്ഷേത്രാംശേ കുജേ ഭദ്രകാളി കത്യതേ എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. സ്വക്ഷേത്രേ സ്വക്ഷേത്രാംശേ കുജേ ഭദ്രകാളി കത്യതേ. ചൊവ്വ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയും സ്വക്ഷേത്രത്തിൽ അംശകം വരികയും ചെയ്താൽ ഭദ്രകാളിയെ പറയാം. ചൊവ്വ സ്വക്ഷേത്രത്തിൽ നിൽക്കുക, ഇവിടെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, സ്വക്ഷേത്രത്തിലാണ് അംശകവും വന്നിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭദ്രകാളിയെ പറയാം. അതും ഉപേക്ഷിച്ചു പോയി എന്നാണ്. കാരണം ചൊവ്വയ്ക്ക് ബാധാബന്ധം. ചൊവ്വ 9ാം ഭാവതിക്ക് ബാധാബന്ധം. ആ 9ാം ഭാവതി ചൊവ്വ, അത് 4-ാം ഭാവതിയാണ്, കളരിമൂർത്തിയാണ്, ഭദ്രകാളിയാണ്. അതും ഉപേക്ഷിച്ചു പോയി. എല്ലാം ഒരു കളഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനി കേന്ദ്രത്തിൽ നിൽക്കുന്നത് ആരടുത്ത്? ബാക്കി നോട്ട് എഴുതുമ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ഇനി കേന്ദ്രത്തിൽ നിൽക്കുന്ന ആര്? മാന്യ കേന്ദ്രത്തിലുണ്ട്, നോക്കണം. കേന്ദ്രത്തിൽ ഗുരു നിൽപ്പുണ്ട്. മാന്യ കേന്ദ്രത്തിലില്ലേ? നോക്കണം. 4-ലുണ്ട് സാർ, 4. മാന്യ സൂചിപ്പിക്കുന്നു. പ്രേതഭാവം. ശനിയെ കൊണ്ട് കിരാതഭാവം പറയാം, രാഹുവിനെ കൊണ്ട് സർപ്പദേവന്മാരെ പറയാം. അതുപോലെ മാന്യ കൊണ്ട് ഏത് ദേവനെ അല്ലെങ്കിൽ പ്രേതബാധ. അത് 4-ലാണ് നിൽക്കുന്നത്. പ്രേതബാധ നിൽക്കുന്നത് കുടുംബസ്ഥാനത്ത്. 4 കേന്ദ്രമാണ്. കേന്ദ്രങ്ങളെയാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രവും ത്രികോണവും പിടിക്കേണ്ടി വരും. അപ്പോൾ ആ മാന്യക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. നോക്കി ശരിയായി നോക്കി. മാന്യക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. ശനിയെ സംബന്ധിച്ച് മാന്യ കേന്ദ്രത്തിൽ വരികയും ആ മാന്യക്ക് ശനിയുടെ ദൃഷ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ അന്യപ്രേതം പറയാം, അന്യപ്രേതങ്ങളെ പറയാം. അന്യപ്രേതങ്ങൾ അവിടെ കടന്നുകൂടിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ക്ഷേത്രത്തിന്റെ രൂപത്തിൽ പൂജിച്ചു പോകാതെ വിളക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ അവിടെ പ്രേതവാസങ്ങൾ കൂടും. മുക്തി കിട്ടാതെ അലഞ്ഞു കിടക്കുന്ന പ്രേതങ്ങളൊക്കെ അതിനകത്ത് കയറി പൂജ പറ്റും. അതാണ് കുഴപ്പം. അങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. അവിടെ പോയി കണ്ടപ്പോഴങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ കണ്ടത്.
മാന്നി പ്രേതബാധ ഉണ്ട് എന്നുള്ളതിനെ സൂചിക്കും. കാരണം മാന്നിക്ക് അനിഷ്ടസ്ഥിതി നമ്മൾ നേരത്തെ പഠിച്ചു. കേന്ദ്രം, ത്രികോണം, 8. കേന്ദ്രം, ത്രികോണം, 8 ഇത്രയും സ്ഥാനത്ത് മാന്നി നിന്നാൽ മാന്നി പ്രേതത്തിനെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അതില് കേന്ദ്രം 4-ലാണ് നിൽക്കുന്നത്. 4ആകുമ്പോൾ കുടുംബസ്ഥാനത്ത്. ആ മാന്നിക്ക് ശനിയുടെ ദൃഷ്ടി കിടക്കുന്നത് കൊണ്ട് അന്യപ്രേതം പറയാം. ചൊവ്വയുടെ ദൃഷ്ടി കിടക്കുന്നത് കൊണ്ട് എന്ത് പറയാം? പറഞ്ഞു നോക്കണം. ആരെങ്കിലും പറയണം? ഞാൻ തന്നെ എങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാലോ? സഹോദര പ്രേതം പറയാം. അല്ലെങ്കിൽ വ്രണം വന്ന് മരിച്ചതോ ആക്സിഡന്റ് വന്ന് മരിച്ചതോ ഒക്കെ പറയാം. രക്തം വാർന്നൊഴുകി മരിക്കുന്നത്, വ്രണം വന്ന് മരിക്കുന്നത്, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ പറയാം. വ്യാഴമുണ്ടെങ്കിലോ ബ്രഹ്മരക്ഷസ്. അത് നമുക്ക് നീറ്റാ നോക്കാം. ബ്രഹ്മരക്ഷസ് തന്നെയോ വേറെ ഏതെങ്കിലും ആണോ എന്ന് നമുക്ക് നോക്കണം. ബ്രഹ്മരക്ഷസിനെ പറയാം. അപ്പോൾ ഈ 3 പ്രേതബന്ധവും വളരെ ശക്തമായിട്ട് കാണാം. അത് നമുക്ക് രണ്ടാമത് ക്ലിയർ ചെയ്ത് നോക്കാം. അപ്പോൾ 3 പ്രേതത്തിന്റെ ബന്ധം ശക്തമായിട്ട്. ഒന്ന് രക്ഷസുണ്ട്. വ്യാഴത്തിനെ മാന്യ വ്യാഴം ദൃഷ്ടി ചെയ്യുക, മാന്യ ശുക്രൻ ദൃഷ്ടി ചെയ്യുക, വ്യാഴവും മാന്യയും ഒരുമിച്ച് നിൽക്കുക, ശുക്രനും മാന്യയും ഒരുമിച്ച് നിൽക്കുക, ശുക്രൻ ബാധാസ്ഥാനത്ത് വരിക, വ്യാഴം ബാധാസ്ഥാനത്ത് വരിക, ശുക്രൻ ബാധകാധിപതിയാവുക, വ്യാഴം ബാധകാധിപതിയാവുക. ഇങ്ങനെയൊക്കെ വന്നാൽ ബ്രഹ്മരക്ഷസിനെ പറയാം. എന്തുകൊണ്ട് ശുക്രനെയും വ്യാഴത്തിനെ മാത്രം പിടിക്കുന്നു? കാര്യം പറഞ്ഞു നോക്കണേ ആരെങ്കിലും. വിപ്രാതിത കേട്ടിട്ടുണ്ടോ? ഓരോരുണ്ട്. വിപ്രാതിത ഗുരുശുക്ര. വിപ്രന്മാരാണ്. ഗുരുവും ശുക്രനും ബ്രാഹ്മണ ഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗുരുവും ശുക്രനും ബ്രാഹ്മണ ഗ്രഹങ്ങളാണ് അവരെ പറയുന്നത്. അവരുടെ ബന്ധം വന്നു കഴിഞ്ഞാൽ രക്ഷസിനെ പറയാം. രക്ഷസ് അല്ലെങ്കിൽ ബ്രാഹ്മണൻ മരിച്ചു പോയ പ്രേതാത്മാവായാലും മതി. അത് ആര് എന്ന് നമുക്ക് രണ്ടാമത് നോക്കാം. ഇനി ബ്രാഹ്മണൻ മരിച്ച പ്രേതമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് ശനിയുടെ ദൃഷ്ടി കിടക്കുന്നതുകൊണ്ട് അന്യപ്രേതം പറയാം. അവിടെ വ്രണം അന്യപ്രേതങ്ങളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ചൊവ്വയുടെ ദൃഷ്ടി കിടക്കുന്നതുകൊണ്ട് അത് പറയാം. എന്ത് വ്രണം വന്ന് മരിച്ചതോ ആക്സിഡന്റ് വന്ന് മരിച്ചതോ രക്തം വാർന്ന് മരിച്ചതോ ഇങ്ങനെയുള്ളതൊക്കെ പറയാം. പിന്നെ വ്യാഴം വന്നതുകൊണ്ടെന്ന് പറയാം. വ്യാഴം വന്നതുകൊണ്ട് രക്ഷസിനെ പറയാം. ഇനി കേന്ദ്രത്തിൽ നിൽക്കുന്ന ആരെന്ന് നോക്കണം. ഇനി ഒരാൾ കൂടി കേന്ദ്രത്തിലുണ്ട്. അത് വളരെ നീറ്റായിട്ട് നോക്കേണ്ട ആളാണ്. ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ഇനി ഒരാൾ കൂടി കൊണ്ട് പറയാനുണ്ട്. പറഞ്ഞു നോക്കണം ആരാണെന്ന്. ഹലോ, നമ്മൾ പറയാത്ത ഒരാൾ കൂടി. വ്യാഴം. വെരി കറക്റ്റ്. വ്യാഴത്തിനെ സംബന്ധിച്ച് സർവേശ്വരാണ് ഗുരു എന്നാണ്. അതൊന്ന് കേട്ടോളണം. സർവേശ്വര കാരകത്വമാണ് വ്യാഴത്തിനുള്ളത്. വ്യാഴം വൈഷ്ണവ ബന്ധം എന്ന് പറയാനൊന്നും പറ്റില്ല. വൈഷ്ണവ ബന്ധം എന്ന് പറയണമെങ്കിൽ വേറെ കാര്യം വേണം. അപ്പോൾ വ്യാഴത്തിന് സർവേശ്വര കാരകത്വം എങ്ങനെ ചിന്തിക്കാമെന്ന് ചോദിച്ചാൽ, വ്യാഴം നിൽക്കുന്ന രാശി ആരുടെ രാശി? വ്യാഴം എവിടെയൊക്കെ ദൃഷ്ടി പതിക്കുന്നു? ഈ 3 കാര്യവും നോക്കണം. വ്യാഴം നിൽക്കുന്ന രാശി, അത് ദൃഷ്ടി പതിക്കുന്ന രാശി. വ്യാഴം കേന്ദ്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് ഒരു ദേവഭാവത്തെ സൂചിപ്പിക്കുന്നു. ശരിതാണല്ലോ? ദേവഭാവത്തെ സൂചിപ്പിക്കുന്നു. ആ വ്യാഴത്തിന് വർഗോത്തമമാണ്. വ്യാഴം നിൽക്കുന്നത് ശുക്രന്റെ രാശിയിൽ. ശുക്രനും വർഗോത്തമമാണ്. ശുക്രൻ 12-ൽ പോയി. ഇനി വേറെ എന്തെങ്കിലും ഇതിനകത്ത് പറയാനുണ്ടെങ്കിൽ ആരെങ്കിലും പറയണം. നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകളെല്ലാം
കളക്ട് ചെയ്തൊന്ന് പറഞ്ഞു നോക്കണം. നിങ്ങൾക്ക് വിട്ടു നിന്നിട്ടുണ്ട്. വ്യാഴം ഒരു ദേവഭാവത്തെ സൂചിപ്പിക്കുന്നു. വ്യാഴത്തിന് സർവേശ്വര കാരകത്വമാണ്. അപ്പോൾ എങ്ങനെ ചിന്തിക്കുമെന്ന് ചോദിച്ചാൽ, വ്യാഴം നിൽക്കുന്ന രാശി ശുക്രന്റെ രാശി ആയതുകൊണ്ട് ശുക്രനെ സംബന്ധിക്കുന്ന ദേവനാവാം. വ്യാഴം ദൃഷ്ടി പതിക്കുന്നത് ഒന്ന് കന്നിയിൽ ദൃഷ്ടിയുണ്ട്, വൃശ്ചികത്തിൽ ദൃഷ്ടിയുണ്ട്, പിന്നെ മകരത്തിൽ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നോക്കണം. ആദ്യം നോക്കേണ്ടത് നിൽക്കുന്ന രാശി ഇടവം. ഇടവത്തിന്റെ അധിപൻ ശുക്രൻ. ശുക്രന് കൊണ്ട് ഏത് ദേവനെ പറയണം? ശുക്രനെ കൊണ്ട് ഏത് ദേവനെ പറയാം? അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വാ ഭൃഗനന്ദന. അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി. അത് ശുക്രന് ബലമുണ്ടെങ്കിൽ അന്നപൂർണേശ്വരിയും ലക്ഷ്മിയും പറയാം. ബലമില്ലെങ്കിൽ യക്ഷിയെ പറയണം. ഇവിടെ ബലം ഉണ്ടോ ഇല്ലയോ? 12-ലാണ് നിൽക്കുന്നത്. കർക്കടകൻ രാശിയാണ്. കർക്കടകൻ രാശി അത്ര ബന്ധുക്ഷേത്രമോ എന്നൊന്നും പറയാനൊന്നും പറ്റൂല. സമക്ഷേത്രമൊക്കെയാണ്. ചന്ദ്രന് സമനാണ്. നല്ലൊരു ക്ഷേത്രം. സ്വക്ഷേത്രമോ ഉച്ചമോ ആണെങ്കിൽ നമുക്ക് അത് പറയാം. അന്നപൂർണേശ്വരിയും ലക്ഷ്മിയും പറയാം. ഇതിപ്പോ ബന്ധുക്ഷേത്രമൊന്നുമല്ല. ഇല്ല, ഉച്ചമോ സ്വക്ഷേത്രമോ മൂലത്രികോണമോ ഒന്നും അല്ല. അങ്ങനെ ബലമുണ്ടെങ്കിൽ നമുക്ക് അന്നപൂർണേശ്വരിയും ലക്ഷ്മിയൊക്കെ പറയാമായിരുന്നു. ഇത് യക്ഷിയെ തന്നെ പറയണം. ആ ശുക്രന് വർഗോത്തമമാണ്. അപ്പോൾ ഒന്നിൽ കൂടുതലില്ലേ? ശുക്രന് വർഗോത്തമം അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. ഇനി വ്യാഴത്തിന്, ഈ പറയുന്ന വ്യാഴത്തിന് വർഗോത്തമമല്ലേ? അപ്പോൾ അതും ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ വ്യാഴം ഒന്നിൽ കൂടുതൽ ദേവനെ സൂചിപ്പിക്കുന്നു. അത് നിൽക്കുന്ന ശുക്രന്റെ രാശിയായതുകൊണ്ട് ശുക്രൻ യക്ഷിയെ പറയാം. അതും രണ്ടെണ്ണം വരണം. കുറഞ്ഞത് 2 വരണം. അപ്പോൾ എങ്ങനെ യക്ഷി എങ്ങനെ 2 വരുന്നത്? ആർക്കെങ്കിലും നമ്മളെ തിരുവനന്തപുരം ജില്ലക്കാരൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഉള്ളവരുണ്ടോ? തിരുവനന്തപുരം ജില്ലക്കാരൊക്കെ ആർക്കെ ഉണ്ടെങ്കിൽ അറിയാം. രണ്ട് യക്ഷിയുടെ ഭാവം കാണുന്നുണ്ട്. കാരണം ശുക്രന് വർഗോത്തമം. ഈ മേലാങ്കോട്ടമ്മ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? മേലാങ്കോട് ഉണ്ട് സർ. ഉണ്ട്. അവിടെ അനുജത്തി ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞ 2 രൂപങ്ങളുണ്ട്. യക്ഷിയിലെ 2 രൂപങ്ങളാണ്. അത് അനുജത്തി കുറച്ച് ക്രൂര സ്വഭാവം, ജ്യേഷ്ഠത്തി അല്പം തണുത്ത സ്വഭാവം എന്ന് പറയുന്നു. അതാണ് അവിടെ ഉള്ളത്. അത് ഉപേക്ഷിച്ചു പോയി. ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ ക്ഷേത്രം ഇതിൻ്റെ അടുത്തുണ്ട്. ഒരു മഹാക്ഷേത്രം ഈ പറയുന്ന തറവാടിൻ്റെ അടുത്ത് ഒരു വലിയ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഭാരവാഹികളായിരുന്നു ഇവിടുത്തെ പൂർവീകര്. അപ്പോൾ അവിടുത്തെ ദേവന്മാരെയൊക്കെ ഇവർ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചിരുന്നു എന്ന് അറിഞ്ഞു. അവർ തന്നെ പറഞ്ഞത്. കുറേ ദൂരം കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്. ഈ പറഞ്ഞ ദേവന്മാരൊക്കെ ഈ വീടിൻ്റെ, ഇവരുടെ ഈ ക്ഷേത്രത്തിൻ്റെ, ഈ തറവാട്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു വലിയ ക്ഷേത്രമുണ്ട്. അവിടെ ഇതൊക്കെ അവിടെ ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടുത്തെ ഭാരവാഹികളും വലിയ കാര്യസ്ഥന്മാരുമായിരുന്നു ഇവിടുത്തെ പൂർവീകര്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിച്ചതായിരിക്കാം. അങ്ങനെ ഉണ്ട് എന്ന് മുതിർന്ന 2 പേര് പറഞ്ഞു. 80 വയസ്സ് കഴിഞ്ഞ 2 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇവരുടെ അച്ഛനാണ് അങ്ങനെ കൊണ്ടുവന്ന് പൂജിച്ചത്. പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവർക്കൊക്കെ ജോലി കിട്ടിയൊക്കെ പോയപ്പോൾ ഇവർ ഓരോരുത്തരും ഓരോ വഴിയിലായി. കർക്കിടകൻ രാശി പ്രമാണത്തെ ദ്വിഭാരി എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ചോദിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞത്. ആരും പറഞ്ഞില്ല. ദ്വിഭാര്യോ അർത്ഥി, 2 ഭാര്യ. 2 ഭാര്യ വെച്ചാൽ 2 സ്ത്രീകളുണ്ടെന്നർത്ഥം. അത് തന്നെ വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞു. ശുക്രൻ കർക്കടകത്തിൽ നിന്നാൽ തന്നെ ദ്വിഭാര്യ, 2 ഭാര്യ, 2 സ്ത്രീകളുണ്ടെന്നർത്ഥം. അത് വർഗോത്തമം വന്നു. അപ്പോഴേ 2 എണ്ണമായി. സ്ഥാനം കൊടുത്തത് കൊണ്ട് ഗുരുവാണ് അവിടെ കേന്ദ്രത്തിൽ നിൽക്കുന്നത്. അതിനും വർഗോത്തമം.
അപ്പോൾ ഇത് ഇത്രയും കണ്ടിട്ട് നമ്മളത് പറയാതെ പോയാൽ എങ്ങനെ ഇരിക്കും? ആലോചിച്ച് നോക്കണം. അങ്ങനെയും 2 രൂപങ്ങൾ അതിനകത്തുണ്ട്. ഇനി ആ ഗുരുവിന് വൃശ്ചികത്തിൽ ദൃഷ്ടിയുണ്ട്. വൃശ്ചികത്തിൽ ദൃഷ്ടിയാകുമ്പോൾ മാന്നി, അത് നമ്മൾ പറഞ്ഞു ബ്രഹ്മരക്ഷസ്. അത് കഴിഞ്ഞ് മകരത്തിൽ ദൃഷ്ടിയുണ്ട്. മകരം ശനിയുടെ രാശി, അത് പറഞ്ഞു. ശനിയെ കൊണ്ടുള്ളത് പറഞ്ഞു. എന്തോന്ന്? ശാസ്താവിനെ പറഞ്ഞു. അത് വേറെ ഒരു വഴിയിൽ കൂടി നമ്മൾ വരികയാണ്. വ്യാഴത്തിന് മകരത്തിൽ ദൃഷ്ടിയുണ്ട്. മകരം ശനിയുടെ രാശി. അപ്പോൾ ശനിയെ കൊണ്ടൊരു ദേവനെ പറയുക എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശാസ്താവിനെ പറഞ്ഞു. വൃശ്ചികത്തിൽ ദൃഷ്ടിയുണ്ട്. മാന്നി, അത് ബ്രഹ്മരക്ഷസിനെ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് കന്നിയിൽ ദൃഷ്ടിയുണ്ട്. അതെന്തായിരിക്കാം? അവിടെ കേതുവാണ് നിൽക്കുന്നത്. ഒരു നല്ല സാധനമല്ല. അതൊരു മന്ത്രമൂർത്തി ഭാവമാണ്. ഇനി നമ്മൾ അന്ന് നിമിത്തം എഴുതിയ കൂട്ടത്തില് ഇവരെ വഴി നടത്താൻ വേണ്ടി ഒരാൾ, വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാൾ കൂടി വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഒന്ന് നിമിത്തം ഒന്ന് വായിച്ചു നോക്കണം. സ്വർണ്ണാരൂഢത്തിന്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്. സ്വർണ്ണാരൂഢത്തിന്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്. കണ്ടോ? ആരെയും കണ്ടോ? ഇവര് 3 പേരാണ് വന്നത്. മൂന്നല്ല 4 പേര്. 3 പേര്. അതിൽ ഒരാൾ അയൽക്കാരനാണ്. ഇവരൊക്കെ വഴിയൊക്കെ കാണിച്ചു കൊടുത്ത് ഇവർക്ക് ഉപദേശം കൊടുത്ത് കൊണ്ടുവന്നത് അയാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ കൂടി, അപ്പോൾ 2 ദേവന്മാരവിടെ പ്രധാനിയായിട്ട് വരണം. 2 പേര് പ്രധാനിയായിട്ട് വരണം. ഒരാൾ ഇവരെ വഴി നടത്തുന്നു എന്ന് പറഞ്ഞ അർത്ഥം. ഈ മന്ത്രമൂർത്തി എന്ന് പറയുന്ന ആളാണ് ഇവരെ കൊണ്ട് പ്രതിഷ്ഠിച്ചതെന്ന് അർത്ഥം. ആ മന്ത്രമൂർത്തിയുടെ സാന്നിധ്യമാണ് ആ വന്ന ആള് കാണിക്കുന്നത്. കൂടെ വന്ന ആള് അതാണ്. അവിടെ കർക്കടകത്തില് കന്നിയില് വ്യാഴത്തിന്റെ ദൃഷ്ടി കിടക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും ദേവന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ ദേവന്മാർ ഒന്ന് കിരാത ശിവൻ, ഇനി ഒന്ന് ദേവിയുടെ ഒരു രൂപം, പിന്നെ അത് കഴിഞ്ഞ് ഭദ്രയുടെ ഒരു രൂപം, ശാസ്താവിന്റെ ഒരു രൂപം, പിന്നെ 1, 2 ബ്രഹ്മരക്ഷസ്, പ്രേതാത്മാക്കള്, മന്ത്രമൂർത്തി, 2 യക്ഷിയുടെ രൂപം, 2 അനുജത്തി ജ്യേഷ്ഠത്തി എന്ന് പറയുന്ന സങ്കല്പം. അത് മേലാങ്കോട്ടമ്മ എന്ന് പറയും. നമ്മൾ ഇവിടുത്തെ ആൾക്കാര് മേലാങ്കോട്ടമ്മ എന്ന് പറയും. അനുജത്തിയും ജ്യേഷ്ഠത്തിയും. ഇതിന്റെ ഒരു ക്ഷേത്രം തൊട്ടടുത്തുണ്ട് അവർക്ക്. അപ്പോൾ ഇത്രയും ഒന്ന് എഴുതാമോ? എഴുതിയാലേ ക്ലിയർ ആവുള്ളൂ. എഴുതാം സർ. എഴുതണം. ദേവചൈതന്യങ്ങൾ 1 മാർത്താണ്ഡ ഉദയ ദൃഷ്ടി. മാർത്താണ്ഡ ഉദയ ദൃഷ്ടി കേന്ദ്രഗതയ. കേന്ദ്രഗതയ. ബാക്കി വേണോ? നിങ്ങൾ നോക്കിയെടുത്ത് എഴുതിക്കൊള്ളൂല്ലേ? എഴുതിക്കോളാം സാർ. എക്സെട്രാ 2 കുത്തിട്ട് അങ്ങോട്ടേക്കണം. എന്ന പ്രമാണപ്രകാരം ചിങ്ങലഗ്നം ആയതുകൊണ്ട് ശിവന്റെ സാന്നിധ്യം പറയാം. ശിവന്റെ സാന്നിധ്യം പറയാം. എന്നാൽ ചിങ്ങത്തിന്റെ അധിപനായ സൂര്യൻ കേന്ദ്രത്തിലില്ല. ചിങ്ങത്തിന്റെ അധിപനായ സൂര്യൻ കേന്ദ്രത്തിലില്ല. അതുകൊണ്ട് തത്സമയം സാന്നിധ്യം തത്സമയം ആരാധിക്കുന്നില്ല എന്നർത്ഥം. തത്സമയം ആരാധിക്കുന്നില്ല എന്നർത്ഥം. അത് നിൽക്കുന്നത് 11 ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ്. അത് നിൽക്കുന്നത് 11 ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ്.
അതുകൊണ്ട് മുൻപ് ആരാധിച്ചിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് മുൻപ് ആരാധിച്ചിരുന്നു എന്നർത്ഥം. ഈ സൂര്യന്റെ ത്രികോണത്തിൽ ബലവാനായ ശനി നിൽക്കുന്നതുകൊണ്ട് കിരാതഭാവത്തിലുള്ള ശിവനാണ്. കിരാതഭാവത്തിലുള്ള ശിവനാണ്. രണ്ട് തിഥികാരകനായ ചന്ദ്രൻ 12-ലാണ്. തിഥികാരകനായ ചന്ദ്രൻ 12-ൽ ബുധശുക്രന്മാരോട് ചേർന്ന് നിൽക്കുന്നു. ബുധശുക്രന്മാരോട് ചേർന്ന് നിൽക്കുന്നു. പന്ത്രണ്ട് വ്യയസ്ഥാനമാണ്. 12 വ്യയസ്ഥാനമാണ്. 12-ലെ ചന്ദ്രന് ശുദ്രോ അംഗഹീനോ വ്യയേ എന്ന ഫലമുണ്ട്. ശുദ്രോ അംഗഹീനോ വ്യയേ എന്ന ഫലമുണ്ട്. ഇതൊരു ദേവീ രൂപമാണ്, അതിനെയും ഉപേക്ഷിച്ചു എന്നർത്ഥം. ഇതൊരു ദേവീ രൂപമാണ്, അതിനെയും ഉപേക്ഷിച്ചു എന്നർത്ഥം. അടുത്ത 3 കേന്ദ്രത്തിൽ ബലവാനായ ശനി നിൽക്കുന്നത് ശാസ്താവിന്റെ പ്രതീകമാണ്. കേന്ദ്രത്തിൽ ബലവാനായ ശനി നിൽക്കുന്നത് ശാസ്താവിന്റെ പ്രതീകമാണ്. അടുത്ത് മാന്നി കേന്ദ്രത്തിലുണ്ട്. 4-ാമത്തെ പോയിന്റ്. മാന്നി കേന്ദ്രത്തിലുണ്ട്. ഇത് വൃശ്ചികം രാശിയിലാണ് നിൽക്കുന്നത്. ഇത് വൃശ്ചികം രാശിയിലാണ് നിൽക്കുന്നത്. മാന്നിക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി രക്ഷസിനെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മരക്ഷസ് അല്ലെങ്കിൽ ബ്രാഹ്മണ പ്രേതത്തെ സൂചിപ്പിക്കുന്നു. ബ്രാഹ്മണ പ്രേതത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത മാന്നിക്ക് ചൊവ്വ ദൃഷ്ടി വ്രണം വന്ന് മരിച്ചതോ വ്രണം, ആക്സിഡന്റ് തുടങ്ങിയ മരണത്തെ സൂചിപ്പിക്കുന്നു. മാന്നിക്ക് ശനി ദൃഷ്ടി അന്യപ്രേതത്തെ സൂചിപ്പിക്കുന്നു. മാന്നിക്ക് ശനി ദൃഷ്ടി അന്യപ്രേതത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത പോയിന്റ്. .
അടുത്ത പോയിന്റ് 4 കുടുംബദേവതാ സ്ഥാനമാണ്. 4 കുടുംബദേവതാ സ്ഥാനമാണ്. 4ഉം 9ഉം ചൊവ്വയാണ്. അത് ബാധാസ്ഥാനമാണ്. ചൊവ്വയ്ക്ക് ശനി ദൃഷ്ടിയുണ്ട്. ചൊവ്വയ്ക്ക് ശനി ദൃഷ്ടി ചൊവ്വയ്ക്ക് ശനി ദൃഷ്ടിയുണ്ട്. സ്വക്ഷേത്രേ, ഇത് എഴുതിയിട്ടുണ്ട് ഒരിക്കൽ. സ്വക്ഷേത്രേ സ്വക്ഷേത്രാംശേ സ്വക്ഷേത്രേ സ്വക്ഷേത്രാംശേ സ്വക്ഷേത്രേ സ്വക്ഷേത്രാംശേ കുജേ കുജേ ഭദ്രകാളി കഥ്യതേ മടക്കതായാണ്. രഥം എന്നുള്ളതാ കഥ്യതേ. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന, സ്വക്ഷേത്രത്തിൽ അംശിച്ച സ്വക്ഷേത്രത്തിൽ നിന്ന് സ്വക്ഷേത്രത്തിൽ അംശിച്ച ശനി ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ചൊവ്വ, ശനി ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ചൊവ്വ ഭദ്രകാളിയാണ്. ഭദ്രകാളിയാണ്. ഒൻപതിന് ബാധാബന്ധമുള്ളത് കൊണ്ട് മുൻപ് ആരാധിച്ചിരുന്നു എന്നും, 9ന് ബാധാബന്ധമുള്ളത് കൊണ്ട് മുൻപ് ആരാധിച്ചിരുന്നു എന്നും പിന്നെ ഉപേക്ഷിച്ചു എന്നും അതിൻ്റെ കോപമുണ്ടെന്നും വീണ്ടും പൂജിക്കണമെന്നും പറയാം. അതിൻ്റെ കോപമുണ്ടെന്നും വീണ്ടും പൂജിക്കണമെന്നും പറയാം. നാലിന് ബാധാബന്ധം വരികയും അതിന് ചൊവ്വയുടെയോ ചന്ദ്രന്റെയോ യോഗദൃഷ്ടികൾ വരികയും ചെയ്താൽ, 4ന് ബാധാബന്ധം വരികയും 4ന് ബാധാബന്ധം വരികയും അതിന് ചൊവ്വയുടെയോ ചന്ദ്രന്റെയോ യോഗദൃഷ്ടികൾ വരികയും ചെയ്താൽ പുരാതനന്മാർ പൂജിച്ചിരുന്ന ഉഗ്ര കളരിമൂർത്തികളെ പറയാം. പുരാതനന്മാർ പൂജിച്ചിരുന്ന ഉഗ്ര കളരിമൂർത്തികളെ പറയാം. അടുത്ത പോയിന്റ് വരുന്നു. ഓരോ പോയിന്റ് എഴുതിക്കൊള്ളണം. വ്യാഴം കേന്ദ്രത്തിലാണ്. സർവേശ്വര കാരകത്വമാണ്.
വ്യാഴം കേന്ദ്രത്തിലാണ്, സർവേശ്വര കാരകത്വമാണ്. വ്യാഴം നിൽക്കുന്നത് ശുക്രന്റെ രാശിയിലാണ്. ശുക്രനും വ്യാഴവും വർഗോത്തമമാണ്. വ്യാഴം നിൽക്കുന്നത് ശുക്രന്റെ രാശിയിലാണ്. വ്യാഴവും ശുക്രനും വർഗോത്തമമാണ്. വ്യാഴം നിൽക്കുന്ന ശുക്രന്റെ രാശിയിലാണ്. ശുക്രനും വ്യാഴവും വർഗോത്തമമാണ്. ശുക്രൻ സൂചിപ്പിക്കുന്ന ദേവതയെ പറയാം. ശുക്രൻ സൂചിപ്പിക്കുന്ന ദേവതയെ പറയണം. ശുക്രൻ സൂചിപ്പിക്കുന്ന ദേവതയെ പറയണം. അതാണ് ശുക്രൻ സൂചിപ്പിക്കുന്ന ദേവതയെ പറയണം. അതാണ് വ്യാഴത്തിന്റെ സർവേശ്വര കാരകത്വം കൊണ്ട് ചിന്തിക്കേണ്ടത്. 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 ശുക്രൻ 12-ലാണ്, വർഗോത്തമമാണ്. ദ്വിപാര്യോ അർത്ഥി എന്നാണ് പറയുന്നത്. ശുക്രൻ 12-ലാണ്, വർഗോത്തമമാണ്. ദ്വിപാര്യോ അർത്ഥി എന്നാണ് പറയുന്നത്. രണ്ട് യക്ഷിമാരുടെ സാന്നിധ്യമാണ് ശുക്രൻ പറയുന്നത്. രണ്ട് യക്ഷിമാരുടെ സാന്നിധ്യമാണ് ശുക്രൻ പറയുന്നത്. അനുജത്തി ജ്യേഷ്ഠത്തിമാരായ മേലാങ്കോട്ടമ്മ എന്ന രണ്ട് ദേവഭാവങ്ങളാണവ. അനുജത്തി ജ്യേഷ്ഠത്തിമാരായ രണ്ട് മേലാങ്കോട്ടമ്മ എന്ന അനുജത്തി ജ്യേഷ്ഠത്തിമാരായ മേലാങ്കോട്ടമ്മ എന്ന രണ്ട് യക്ഷിഭാവങ്ങളാണവർ. യക്ഷിഭാവങ്ങളാണവർ.
വ്യാഴത്തിന് അടുത്തത് വ്യാഴത്തിന് കന്നിയിലെ ദൃഷ്ടി ബുധന്റെ രാശിയാണ്. ഇത് മന്ത്രമൂർത്തി ഭാവമാണ്. ഇത് മന്ത്രമൂർത്തി ഭാവമാണ്. മന്ത്രമൂർത്തി ഭാവമാണ്. വ്യാഴത്തിന് കന്നിയിലെ ദൃഷ്ടിയുണ്ട്, ബുധന്റെ രാശിയാണ്. ഇത് മന്ത്രമൂർത്തി ഭാവമാണ്. അടുത്ത പോയിന്റ് സാർ അതെങ്ങനെയാ മന്ത്രമൂർത്തി പറയാൻ പറ്റുന്നത്? ഈ വ്യാഴം കന്നിരാശി കേതു അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്. കേതു ഒരു നല്ല ഗ്രഹമല്ല, ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥ പോലുള്ളതും അത് നല്ലല്ല. കേതു നിൽക്കുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. മാന്യനാലേ പറയാവുന്നതാണ്. ബുധന് മാന്യയുടെ ബന്ധമുണ്ടെങ്കിലാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പക്ഷെ കേതു നിൽക്കുന്ന, പക്ഷെ മന്ത്രമൂർത്തിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അതെ, അതിനെ എഴുതിക്കൊള്ളു, താഴെ എഴുതിക്കൊള്ളു. ദൈവജ്ഞനെ കാണാൻ വന്നപ്പോൾ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന ആളാണ്. മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ ഈ ദേവന്മാരെയൊക്കെ പൂജിച്ച ഒരാൾ മുൻപ് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഈ ദേവന്മാരെയൊക്കെ പൂജിച്ച ഒരാൾ മുൻപുണ്ടായിരുന്നു എന്നർത്ഥം. ഇനി ഒരു ദോഷം കൂടി ഉണ്ട്. ആരെയും ഒന്ന് പറഞ്ഞു നോക്കണം. ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു കടുത്ത ഒരു ദോഷം കൂടി കാണുന്നുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടെന്ന് അവരും പറഞ്ഞു. 8 രാഹു. ഒരു ക്ലൂ തരാം. രാഹു നിൽക്കുന്ന എവിടെ നോക്കണം? ഗുരുവിന്റെ ക്ഷേത്രം. അഷ്ടമത്തില് ഗുരുവിന്റെ ക്ഷേത്രത്തില് പാവമധ്യത്തോട് രാഹു നിൽക്കുന്ന എവിടെ? മീനൻ രാശിയിൽ. കേൾക്കുന്നില്ല സാർ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല സാർ. അനീഷ്
സ്ഥിതി എന്നുള്ള ആ എട്ടില് അതിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളാരെ നോക്കണം. ശാപമാണ്, ശാപം. സർപ്പധ്വംസനം 2-3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഗ്രഹനിലയിൽ രാഹുവിന് അനിഷ്ടസ്ഥിതി, പാപമധ്യസ്ഥിതി. രാഹുവിന് അനിഷ്ടസ്ഥിതി, പാപമധ്യസ്ഥിതി. രാഹുവിന്റെ ത്രികോണത്തിൽ മാന്നി, രാഹുവിന്റെ ത്രികോണത്തിൽ മാന്നി സർപ്പധ്വംസനം ഏറ്റിട്ടുണ്ട്. സർപ്പധ്വംസനം ഏറ്റിട്ടുണ്ട് എന്നർത്ഥം. സർപ്പധ്വംസനം ഏറ്റിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ബുക്കിൽ ഉള്ളതൊന്നല്ല. അതായത് ഈ രാഹുവിന് സർപ്പധ്വംസനം ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. സർപ്പശാപമുണ്ട്. അങ്ങനെ രാഹു സർപ്പശാപം സൂചിപ്പിച്ചുകൊണ്ട്, വളരെ ശ്രദ്ധിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ. രാഹു സർപ്പശാപം സൂചിപ്പിക്കുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. രാഹു സർപ്പശാപത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചോദിക്കും, എന്താണ് അതിന്റെ കാരണം? സർപ്പശാപം വരേണ്ട കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ആ രാഹുവിന്റെ കേന്ദ്രത്തില് ചൊവ്വ വന്നാൽ രാഹുവിന് നാഗരുടെ ഭൂമി കിളയ്ക്കുക, മരം മുറിക്കുക, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളത്, സർപ്പത്തിന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുക, മരങ്ങളെ വെട്ടിമുറിക്കുക, നശിപ്പിക്കുക, ഇതൊക്കെ വരാം. ശനി നിന്നാൽ മലമൂത്ര വിസർജനം നടത്തുക, തുപ്പുക, എച്ചിലിടുക, ഉപ്പയും കൂഴുമൊക്കെ വാരിയിടുക, ഇതൊക്കെ പറയാം. അത് രാഹുവിന്റെ കേന്ദ്രത്തിൽ ചൊവ്വയോ ശനിയോ നിന്നാൽ. ഇവിടെ കേന്ദ്രത്തിലില്ല, പാപ മധ്യസ്ഥിതി കൊടുക്കുന്നത് ഇവര്. ഈ കേന്ദ്രത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, കേന്ദ്രം എന്ന് വെച്ചാൽ പ്രസൻസ്, മധ്യസ്ഥിതി കൊടുക്കണം. അപ്പോഴും ഈ സ്വഭാവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട്, അതാണ് രണ്ടുപേരും കൂടി പാപമധ്യസ്ഥിതി. പാപമധ്യസ്ഥിതി കൊടുക്കണമെങ്കിൽ ആ മധ്യസ്ഥിതി കൊടുക്കുന്ന ഗ്രഹങ്ങൾ കുഴപ്പക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല. നമ്മളെ രണ്ട് സൈഡും രണ്ടുപേര് പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കും പോലെ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വിട്ടാതെ രണ്ടുപേര് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ സോഴ്സ് നമുക്കുണ്ടെന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് ബുക്കിൽ പറയുന്നത്, രാഹുവും നാഗരദോഷം സൂചിപ്പിക്കുമ്പോൾ ആ രാഹുവിന്റെ കേന്ദ്രത്തിൽ ചൊവ്വ നിന്നാൽ പുറ്റു ഉടയ്ക്കുക, ഭൂമി കിളയ്ക്കുക, അതിലുള്ള വൃക്ഷങ്ങളൊക്കെ നശിപ്പിക്കുക, ഇതൊക്കെ പറയാം. ശനി നിന്നാൽ മലമൂത്ര വിസർജനം, വാലായ്മയോടുകൂടി ക്ഷേത്രത്തിൽ കയറുക, മലമൂത്ര വിസർജനം നടത്തുക, തുപ്പുക, ഉച്ചസ്ഥം വിടുക, ഇതൊക്കെ പറയാം. ഇത് കേന്ദ്രത്തിൽ നിന്ന്. ഇവിടെ രണ്ടുപേരും കൂടി പാപമധ്യസ്ഥിതി കൊടുക്കുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഫലവും അതുപോലെ പറയാം. ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കും. മുൻകാലങ്ങളിൽ അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ഈ നാഗരകാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നാഗരകാവെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉപേക്ഷിക്കും. ഇപ്പൊ അവിടെ ദേവന്മാരൊന്നുമില്ല, അവിടെ അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ഇപ്പൊ ഇല്ല എന്ന് വരണമെന്നുണ്ടെങ്കിൽ അതിനെ ആവാഹിച്ച് എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താലേ ഇല്ലാതെ വരുള്ളൂ. അല്ലാതെ ആ ദേവന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ലേ? ഇപ്പം പറഞ്ഞത് എഴുതണോ? ഇപ്പോൾ പറഞ്ഞത് എഴുതണമോ? എഴുതാം. എഴുതിക്കൊള്ളണം.
രാഹുവിന് പാപമധ്യസ്ഥിതി കൊടുക്കുന്നത് ചൊവ്വയും ശനിയും. രാഹുവിന് പാപമധ്യസ്ഥിതി കൊടുക്കുന്നത് ചൊവ്വയും ശനിയും. ചൊവ്വ ഉറ്റു ഉടയ്ക്കുക, മരം മുറിക്കുക, നാഗർകാവ് കിളയ്ക്കുക. ഉറ്റു ഉടയ്ക്കുക, മരം മുറിക്കുക, നാഗർകാവ് കിളയ്ക്കുക തുടങ്ങിയ ദോഷത്തെയും ശനി മലമൂത്ര വിസർജനം നടത്തുക, തുപ്പുക, ഉച്ഛിഷ്ടമിടുക തുടങ്ങിയ ദോഷത്തെയും സൂചിപ്പിക്കുന്നു. ബാക്കിയൊക്കെ എഴുതിയല്ലേ അല്ലേ? രാഹുവിന്റെ ത്രികോണത്തിൽ മാന്നി അതെഴുതിയല്ലോ, അതെഴുതിയില്ലേ? എഴുതി സാറേ. ഇതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി അടുത്ത് പറയാൻ പോണത് ഒന്ന് ശ്രദ്ധിക്കണം, താല്പര്യത്തോടു കൂടി ശ്രദ്ധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഈ സൂര്യൻ നിൽക്കുന്നത് നമ്മൾ ഡിഗ്രി എടുത്ത് നോക്കുമ്പോൾ അറിയാം, ലഗ്നം നിൽക്കുന്നത് 2-ാം ഗ്രഹകാണത്തിലാണ്. ചിങ്ങം രാശിയുടെ 2-ാം ഗ്രഹകാണം. അത് മനസ്സിലായോ? ലഗ്നം ഏതാണ്? ചിങ്ങം എന്നാണല്ലോ. ലഗ്നം ചിങ്ങമല്ലേ? അതെ സാർ. അതെ സാർ, അതെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളണം, എന്നാലേ പറ്റുള്ളൂ. അതിന്റെ അത് എത്രാമത്തെ നവാംശത്തിൽ നിൽക്കുന്നത് എണ്ണി നോക്കണം. എത്ര നവാംശകം പൂർത്തീകരിച്ചു എന്ന്. ലഗ്നത്തിന്റെ നവാംശകം എവിടെയാണ് നവാംശകം വന്നത്? ലഗ്നത്തിന്റെ നവാംശകം എവിടെയെന്ന് ചോദിച്ചു. ഒന്ന് ഗ്രഹനിരയൊക്കെ തിരിച്ചു നോക്കാനാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. കർക്കിടകത്തില്. ലഗ്നം കർക്കിടകത്തിൽ. അപ്പൊ എത്രാമത്തെ നവാംശകമാണെന്ന് നോക്കണം. ചിങ്ങമാവുമ്പോൾ എവിടെ നിന്ന് തുടങ്ങും? ചിങ്ങമാവുമ്പോൾ എവിടെ നിന്ന് തുടങ്ങും? 5-ൽ. സ്ഥിരരാശിക്ക് 9-നല്ലേ എണ്ണി തുടങ്ങേണ്ടത്. ഇതൊക്കെ ഇനി എങ്ങനെ പഠിക്കുന്നേ? അപ്പോൾ ഇവിടെ കർക്കിടകത്തിനല്ലേ, മേടത്തിനല്ലേ എണ്ണി തുടങ്ങുള്ളൂ. മേടത്തിനല്ലേ എണ്ണി തുടങ്ങുള്ളൂ. സ്ഥിരരാശിക്ക് നവാംശകം എണ്ണി തുടങ്ങുന്നത് അതിന്റെ 9-ന്. ചിങ്ങത്തിന്റെ 9 മേടത്തിന് മേടം 1, ഇടവൻ 2, മിഥുനം 3, കർക്കിടകം 4. 4-ാമത്തെ നവാംശകത്തിലാണ് നിൽക്കുന്നത് ലഗ്നം. അപ്പോൾ 4-ാമത്തെ നവാംശമാകുമ്പോൾ എത്രാമത്തെ ഗ്രഹകാണം വരും? 2-ാമത്തെ. 2-ാമത്തെ ഗ്രഹകാണം. 2-ാമത്തെ ഗ്രഹകാണത്തിന്റെ അധിപനാര്? ചിങ്ങത്തിന്റെ 2-ാം ഗ്രഹകാണ അധിപനാര്?
ഇതൊക്കെ പഠിക്കണം. എത്ര ബാച്ചായി? വ്യാഴം വ്യാഴം ചിങ്ങത്തിന്റെ 2 ചിങ്ങത്തിന്റെ 1-ാം ദ്രേക്കാണാധിപനാര്? അതേ രാശിയുടെ ഉടമ സൂര്യൻ. ചിങ്ങത്തിന്റെ 1-ാം ദ്രേക്കാണാധിപൻ സൂര്യൻ, അതേ രാശിയുടെ അധിപൻ. 2-ാം ദ്രേക്കാണത്തിന്റെ അധിപൻ അതിന്റെ 5 വ്യാഴം. പറഞ്ഞു തന്നെ ശരിയല്ല. 3-ാം ദ്രേക്കാണാധിപൻ അതിന്റെ 9. ചിങ്ങത്തിന്റെ 1-ാം ദ്രേക്കാണാധിപൻ ചിങ്ങത്തിന്റെ അധിപൻ തന്നെ സൂര്യൻ. 2-ാം ദ്രേക്കാണാധിപൻ അതിന്റെ 5, 5 ധനു വ്യാഴം. 3-ാം ദ്രേക്കാണാധിപൻ അതിന്റെ 9, 9 മേടം. ഇത് 2-ാം ദ്രേക്കാണാകുമ്പോൾ വ്യാഴമാണ് ദ്രേക്കാണാധിപൻ. ഇനി ദ്രേക്കാണ സ്വരൂപം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാപ്റ്റർ കോരയിലെ ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. അത് വായിക്കുമ്പോൾ ദേവന്റെ രൂപം മനസ്സിലാവും. അതിങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ചിങ്ങത്തിന്റെ 2-ാം ദ്രേക്കാണമാണ് നമുക്ക് ലഗ്നത്തിന്റെ ദ്രേക്കാണം. ചിങ്ങത്തിന്റെ 2 അത് പറയുന്നത് ഖയാകൃതി പാണ്ഡര മാല്യശേഖരോ വിപർത്തി കൃഷ്ണനിദംബളം നര ദുരാസദ ശുംഖ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്ന മൃഗനാഥ മധ്യമ എന്ന് പറയുന്നുണ്ട് 2-ാം ദ്രേക്കാണത്തിന്. അതിന്റെ അർത്ഥം ഇതാണ്: കയ്യിൽ വില്ലേന്തി കൃഷ്ണമൃഗത്തോൽ ധരിച്ച് കരിമ്പടം കൊണ്ട് പുതച്ച് കുതിരയുടെ ശരീരം പോലെ ഉള്ള ശരീരം, സിംഹം പോലെ ബലവും ക്രൗര സ്വഭാവവും ഉള്ള ഒരു പുരുഷൻ. അതായത് ലഗ്നത്തിന്റെ ദ്രേക്കാണം വായിച്ചു നോക്കുമ്പോൾ ദേവന്റെ രൂപം കിട്ടും, ബിംബത്തിന്റെ രൂപം കിട്ടും. കയ്യിൽ വില്ലേന്തി കൃഷ്ണമൃഗത്തോൽ ധരിച്ച് കരിമ്പടം കൊണ്ട് പുതച്ച് കുതിരയുടെ ശരീരം പോലത്തെ ശരീരവും സിംഹം പോലുള്ള ബലവും ക്രൗര സ്വഭാവവും. ഇത് ആരുടെ രൂപമാണ്? പറഞ്ഞു നോക്കണം. ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ ആരുടെ രൂപം എന്ന് പറയും? നരസിംഹ. കയ്യിൽ വില്ലേന്തി, വില്ലുണ്ട്, അമ്പും വില്ലും. വേടന്റെ രൂപം. കൃഷ്ണമൃഗത്തോല് ധരിച്ച്, തോല് ധരിക്കുന്നത് ആര്? മരവുരി. മരവുരിയല്ല, മൃഗത്തോല് ധരിക്കുന്നത് ശിവനല്ലേ? മൃഗത്തോൽ ധരിച്ച് കരിമ്പടം കൊണ്ട് പുതച്ച് കുതിരയുടെ ശരീരം പോലത്തെ ഒത്ത ശരീരം, സിംഹം പോലത്തെ ക്രൗരവും ബലവും ക്രൗരവും, ഇതൊക്കെ വരുന്നതാണ്. ഒത്ത ശരീരവും ആരോഗ്യവും എല്ലാം കൂടി ഒത്തിന് കയ്യിൽ വില്ലും. നമ്മൾ കിരാതശിവൻ. ഇതാണ് പ്രധാന ദേവൻ. ഇതാണ് കാതലായ പോയിന്റാണത്. അതിന്റെ ദ്രേക്കാണത്തിനെ എടുത്തിട്ട് ദ്രേക്കാണ സ്വരൂപത്തിനെ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ പ്രധാന ദേവൻ ആരാണെന്നുള്ളത് അവിടെ പിടികിട്ടും. പറഞ്ഞത് മനസ്സിലായോ? കയ്യിൽ വില്ലേന്തി കിരാതശിവന്. കൃഷ്ണ മൃഗത്തോൽ ധരിച്ച്, മൃഗത്തിന്റെ തോലും മാനിന്റെ തോല് ധരിക്കുന്നത്, മൃഗത്തിന്റെ തോല് ധരിക്കുന്ന ശിവനാണ്. കരിമ്പടം കൊണ്ട് പുതച്ച് കുതിരയുടെ ശരീരം പോലത്തെ ശരീരം, സിംഹം പോലെ ബലവും ക്രൗര സ്വഭാവവും, കയാകൃതി എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുകൂടി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശാസ്താവന ചിന്തിക്കാം, സിംഹവാഹന ദേവിയെ ചിന്തിക്കാം, ഋഷിവര്യനായ യോഗിയെ ചിന്തിക്കാം, ജലസമീപത്തുള്ള മാൻകൊമ്പ് പോലുള്ള വിഗ്രഹം, ഇതിനെയൊക്കെ ചിന്തിക്കാം. ഇത് ബുക്കിൽ പറയുന്നതാണ്, ദേവപ്രശ്നത്തിന്റെ ബുക്കിൽ പറയുന്നതാണ്. ഇതുകൊണ്ട് സിംഹവാഹന ദേവിയെ പറയാം, ശാസ്താവിനെ ചിന്തിക്കാം, ഋഷിവര്യനായ യോഗിയെ ചിന്തിക്കാം, മാൻകൊമ്പ് പോലുള്ള വിഗ്രഹമോ അലങ്കാരമോ ആകാം. പണ്ടവിടെ മാൻകൊമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർക്കറിയാം. മാൻകൊമ്പൊക്കെ ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാൻകൊമ്പ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത്, ഇത് ചിങ്ങത്തിന്റെ 2-ാം ദ്രേക്കാണമല്ലേ?
ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഇതും കൂടി എടുത്തിട്ട് ഇപ്പൊ മതിയാക്കാം. ഇത് ചിങ്ങത്തിന്റെ 2-ാം തിരക്കാണമല്ലേ? അതെ സർ. അതെ. ഇനി സാന്നിധ്യ ഭാവങ്ങൾ ഏതൊക്കെ? 1, 5, 8. 1, 5, 8 സാന്നിധ്യ ഭാവം എന്ന് പറയും. 1, 5, 8. അപ്പോൾ 1-ന്റെ 2-ാം തിരക്കാണമാണെങ്കിൽ 5-ന്റെ എത്രാം തിരക്കാണം വരും? അതായത് 1, 5, 8 സാന്നിധ്യ ഭാവങ്ങൾ. ആദ്യം 1-ാണ് ലഗ്നം. ലഗ്നത്തിന്റെ 2-ാം തിരക്കാണം എടുത്തു. ഇനി 5-ന്റെയും 2-ാം തിരക്കാണം എടുക്കണം. 8-ന്റെയും 2-ാം തിരക്കാണം എടുക്കണം. എടുക്കുമ്പോൾ രൂപം ക്ലിയറാ മനസ്സിലാവും. അപ്പോൾ 1-ന്റെ 2-ാം തിരക്കാണം എടുത്തപ്പോൾ ശിവൻ കിരാതശിവൻ എന്ന് മനസ്സിലായി. ഇനി 5-ന്റെ 2-ാം തിരക്കാണം ധനുവിന്റെ 2. അത് പറയുന്നത് എങ്ങനെയാണ്? ചെമ്പകപ്പൂ വർണ്ണം ഉള്ളതും നിറമുള്ളതും ഉള്ള ഒരു മീഡിയം രൂപം, ഭദ്രാസന എന്ന പീഠത്തിൽ ഇരിക്കുന്ന രൂപം എന്നാണ് അത് പറയുന്നത്. ചെമ്പകപ്പൂ വർണ്ണവും നിറവും, ചെമ്പകപ്പൂവിന്റെ നിറമുള്ളതും, സാമാന്യ രൂപം ഇടത്തരം പൊക്കമുള്ളതും, ഭദ്രാസന എന്ന പീഠത്തിലിരിക്കുന്നതുമായ സ്ത്രീ രൂപം. അപ്പോൾ എന്തായിരിക്കും അത്? ആരായിരിക്കും? അതാരായിരിക്കും? ദേവി രൂപം. ചെമ്പകപ്പൂവിന്റെ നിറവും വർണ്ണവും ഉള്ളതും, സാമാന്യ രൂപം ഇടത്തരം രൂപവും ഉള്ളതും, ഭദ്രാസന എന്ന പീഠത്തിൽ ഇരിക്കുന്നതുമായ രൂപം. ഭദ്ര, ഇത് രണ്ടുമാണ് അവിടുത്തെ ദേവരൂപം. ഇത് നേടിക്കൊള്ളണം. കൂടുതൽ പറയാൻ പോയാൽ മനസ്സിലാവില്ല. ദേഹാന സ്വരൂപമൊക്കെ എടുത്താൽ പിടിയിട്ടില്ല. ഇതൊക്കെ ആണ് വെച്ചിട്ട് കളിക്കുന്നത് ആൾക്കാർ. ലഗ്നം നിൽക്കുന്നത് ചിങ്ങത്തിന്റെ 2-ാം തിരക്കാണം. ചിങ്ങത്തിന്റെ 2-ാം തിരക്കാണം. ഈ ദ്രേക്കാണം കൊണ്ട് ബിംബം പറയാം, ബിംബത്തിന്റെ രൂപം പറയാം. കയ്യിൽ വില്ലേന്തി കൃഷ്ണമൃഗത്തോൽ ധരിച്ച് കരിമ്പടം കൊണ്ട് പുതച്ച് കുതിരയുടെ ശരീരം പോലത്തെ ശരീരവും സിംഹം പോലെ ബലവും ക്രൗര സ്വഭാവമുള്ള പുരുഷനാണ്. സിംഹം പോലെ ക്രൗര സ്വഭാവമുള്ള സ്വഭാവവും ബലവുമുള്ള പുരുഷനാണ്. ഇത് കിരാത ശിവനാണ്. മറ്റാളുകൾ 2ാമത് പറഞ്ഞത് വേണ്ട, അതിൽ 5-ാമത്തത് വേണ്ട. ഞാൻ പറഞ്ഞു കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ദേവരൂപം ഇനി ബാക്കി ഭാവങ്ങളെ പറയണം. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 10 മണിയായി. പോരെ? അതാ ഇനി വേണോ? അടുത്ത ക്ലാസ്സിൽ പറയാം സാറേ. അടുത്ത ക്ലാസ്സിൽ ഇതിനെ തീർത്ത് പരിഹാരവും കൂടി പറഞ്ഞു തരാം. ഇത് കാര്യമായിട്ടൊന്ന് ഒഴിവ് നോക്കുന്നത് ഒന്ന് വായിച്ച് നോക്കണം. ഇതെങ്ങനെ സാർ ഇതിന്റെ ഒഴിവ് നോക്കുന്നത് സാറൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. ഒഴിവ് നോക്കുന്നത് സാറിനോട് പറഞ്ഞിട്ട് ഇട്ട് തരാം. അത് നല്ല നീറ്റായിട്ട് എടുക്കണം. നീറ്റായിട്ട് എടുത്താൽ ഇട്ട് നോക്കിയിട്ട് എന്തായാലും ഉടൻ ചെയ്യാം. നടക്കൂല.
ശരി, ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു.